നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്ച്ചോറിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടൊരു കറി ഉണ്ടാക്കും, ഒരു പരിപ്പ് കറി. ആ പരിപ്പ് കറിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. പരിപ്പ് കറി മാത്രമല്ല, നമുക്ക് ആ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തെങ്കിലും നോൺ വെജ് ഫ്രൈ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അച്ചാർ, തൈര്, പപ്പടം, ഇതൊക്കെയാണ് നമ്മൾ നെയ്ച്ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാറ്. പിന്നെ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയും മാങ്ങക്കറിയുടെ റെസിപ്പിയും അതേപോലെ തന്നെ ഈ കച്ചമ്പറിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നിവിടെ പരിപ്പ് കറിയുടെ റെസിപ്പി മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റുള്ള റെസിപ്പികളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഇനി പരിപ്പ് കറി കൂട്ടിയിട്ട് ഇതേപോലെ നെയ്ച്ചോറ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരുപാട് ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഞാനിവിടെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ് കേട്ടോ. ചുവന്ന പരിപ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, കുക്കറൊന്നും വേണമെന്നില്ല. ഈ ചുവന്ന പരിപ്പ് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുക്കർ വേണമെന്നുള്ളവർക്ക് കുക്കറും എടുക്കാം കേട്ടോ. കുക്കറിലാവുമ്പോൾ ഒരു വിസിലൊന്നും വേണമെന്നില്ല. നമ്മളൊന്ന് വെയിറ്റ് വെച്ചിട്ട് ഒന്ന് പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പരിപ്പ് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിലാണെങ്കിൽ അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതേപോലെ പാനിലാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളം എന്നുള്ള ഒരളവിൽ ഒഴിച്ചു കൊടുക്കുക. അത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ടായിരിക്കും ഈ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഓവർ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവും കറിക്ക്, അപ്പോൾ അധികം ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ മാത്രം മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, അല്ലെങ്കിൽ വെള്ളം തിളച്ച് തൂവിപ്പോവും. നമുക്ക് വേണ്ടത്ര രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ എങ്ങനെയാണ് ഫ്ലെയിം എന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം കിട്ടുക. അത് മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റിനുള്ളിൽ നല്ലപോലെ വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചത് ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് ഈ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് നമുക്ക് ചൂടിൽ നിന്നും മാറ്റി വെക്കണം, അതായത് സ്റ്റവിൽ നിന്നും മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്നിട്ട് വല്ലാണ്ട് കുറുകും. നമുക്ക് അപ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം സ്റ്റവിൽ നിന്നും മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും ജീരകമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ചെറിയ ഉള്ളി ഒരു പിടി തന്നെ എടുത്തിട്ട് തൊലി കളഞ്ഞ് എടുക്കുക. ഇനി നമുക്ക് ചെറിയ ഉള്ളി ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് ഒരു ഇതിൽ കടുക് പൊട്ടിക്കുന്ന സമയത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയും വേറെ ആവശ്യമുണ്ട്. പിന്നെ ജീരകം 1 ടീസ്പൂൺ തന്നെ എടുക്കണം. 4-5 പച്ചമുളക് കൊടുക്കുക. ഈ കറിയിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കണ്ട. ഈ കറിയിൽ ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ചുവന്നുള്ളിയുടെയും ഈ ജീരകത്തിൻ്റെയും ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു ഫ്ലേവറാവും നമുക്ക് അധികം മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരിക്കലും ചേർക്കില്ല. ഇതിൽ ജീരകവും ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയിൽ അതുമാണ് കൂടുതൽ ചേർക്കുക. എന്നാലാണ് ഈ കറിക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടണം, എന്നാലാണ് ഞാൻ പറഞ്ഞ പോലെ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങയല്ല എടുത്തിട്ടുള്ളത്, അപ്പോൾ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ പരിപ്പിൻ്റെ അളവ് അധികമാണെങ്കിൽ നിങ്ങൾ ഇതിൽ തേങ്ങയുടെ അളവ് കൂട്ടില്ലേ. അപ്പോൾ നിങ്ങൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ പരിപ്പ് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും സ്റ്റവിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുകയാണ്. ഈ നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും പരിപ്പ് കറി ഇപ്പോൾ സ്റ്റവിലേക്ക് വെച്ചു കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഇളക്കി കൊടുത്താൽ മതി.
അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒന്ന് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും സ്റ്റവിൽ നിന്നും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇവിടെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നെയ്യിലാണ് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെജിറ്റബിൾ ഗീനേക്കാളും നല്ലത് പശുനെയ്യാണ് കേട്ടോ. പിന്നെ പശുനെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾ ഗീ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന്. പിന്നെ ഉണക്കമുളക് ഒരു 2-3 ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ വെള്ളം കാരണം വേഗം പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചെറിയ ഉള്ളിയുടെ ഒക്കെ ഒന്ന് കളറ് മാറണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കാൻ നേരത്ത് മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കേണ്ട. നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കറി വിളമ്പുന്ന സമയത്ത് മാത്രം ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ ഇതൊരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ്.